അങ്ങനെ ഇന്നത്തെ ഡ്യൂട്ടി കയറാനുള്ള സമയമായിക്കൊണ്ട് റൂമിൽ നിന്ന് നേരെ കിരിതാണ്. പുറത്താണെങ്കിൽ ഇന്നലെ രാത്രി നല്ല മയം കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ അങ്ങ് കടന്നുറങ്ങിക്കൊണ്ട് അതും കാര്യമൊന്നും അറിയാനും പറ്റില്ല. ഷോപ്പിന് മുമ്പിലാണെങ്കിൽ രണ്ട് വണ്ടി വന്നിട്ട് വള്ളം കാര്യങ്ങളൊക്കെ ഭരിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഷോപ്പിന് മുമ്പിലാണെങ്കിൽ ചങ്ങായി എന്നതിന് ശേഷം കുറച്ച് ബിസിയം പറയാന്ന് വെച്ചു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഓൻ പറഞ്ഞു ഞങ്ങൾക്ക് ഡ്യൂട്ടിക്കുള്ള സമയമായിരുന്നു. അങ്ങനെ ഓനോട് സംസാരമെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളെ കസ്റ്റമർ ആണെങ്കിൽ ഒരു നായിനെടുത്തിട്ടാണ് വന്നത്. അതിനോടെല്ലാം കുറച്ച് സമയം വിഷയം പറഞ്ഞതിന് ശേഷം ഓൾ പറഞ്ഞു ഞാൻ പോകുന്നു. ഷോപ്പിൽ ഇപ്പം പിന്നെ കുറച്ച് കച്ചവടം കാര്യങ്ങളൊക്കെ കുറവാണ്. എന്തെന്ന് വെച്ചാൽ ആൾക്കാരൊക്കെ ഇപ്പോൾ മയങ്കാരായിക്കൊണ്ട് റൂമിൽ തന്നെ കുത്തിരിക്കലാണ് പരിപാടി. അങ്ങനെ ബോറടിക്കുന്ന സമയം കൊണ്ട് നേരെ പുറത്തു നോക്കുമ്പോഴാണ് നമ്മൾ എടുത്ത വള്ളം കാര്യങ്ങളൊക്കെ എല്ലാം വെളിച്ചഴിഞ്ഞത് കണ്ടത്. ഇവിടെയാണെങ്കിൽ രാവിലെ വരുമ്പോൾ മൊത്തത്തിൽ വള്ളം കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഷോപ്പിനുള്ളിൽ നിന്ന് ഒരു ജ്യൂസ് ഇട്ടിക്കൊണ്ട് അതൊന്ന് കുടിക്കാന്ന് വെച്ചു. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഷോപ്പിന് പുറത്താണെങ്കിൽ ചെറുങ്ങനായിട്ട് മയം വരുന്നുണ്ട്. അപ്പുറത്തെ ഷോപ്പത്തെ വീന വന്നതിന് ശേഷം ഓളറിന് ഒരു വീഡിയോ എടുത്തേക്കുന്നു. നമുക്കിന്ന് വെള്ളിയാഴ്ചയ്ക്കൊണ്ട് നിസ്കരിക്കാൻ പോകേണ്ട നേരെ പള്ളിക്കോണം. പള്ളിനടത്തതിന് ശേഷം പുറത്താണെങ്കിൽ ചെറുങ്ങനെ മയങ്കാരുണ്ട്. ഏടങ്ങ് ഉള്ളിലും തപ്പിയതിന് ശേഷം നമുക്ക് കിട്ടിയതങ്ങ് പുറത്തു വെക്കും. അങ്ങനെ ജുമ്മ നിസ്കാരം മയ കൊണ്ടിട്ട് തന്നെ നിസ്കരിച്ച് ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് പുറത്തു പോകുമ്പോൾ പറഞ്ഞ് മയ നിസ്കാരം കൂടി ബാക്കിയുണ്ടെന്ന്. അങ്ങനെ മയ നിസ്കാരം കൂടി പാസ്സാക്കിയതിന് ശേഷം ഞമ്മ നേരെ ഷോപ്പിലൊക്കെ തന്നെയാണ് പോയത്. ഷോപ്പിൽ പോയതിന് ശേഷം കുറച്ച് മണിയാടെ ഇരുന്നതിന് ശേഷം പുറത്ത് നോക്കുമ്പോഴെങ്കിൽ ആകാശം ഫുള്ളും ഒരു മയക്കോള് ഒന്നും കൂടി ഒത്തിട്ടുണ്ട്. ബാക്കി വീഡിയോ നാളെ ബായ്.